ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. ഗുഡ് മോർണിംഗ് ഉമ്മ. എന്താ ഇന്നത്തെ സ്പെഷ്യൽ? ഇന്നത്തെ സ്പെഷ്യൽ ഒന്നുമല്ല, കണ്ട കടലയും ബീട്രൂട്ടും കൂടി നമുക്കൊരു മെഴുക്ക് വരട്ടിണ്ടാക്കാം. കടല ബീട്രൂട്ട്. കടല വേവിച്ചതാണ് കേട്ടോ, നമ്മുടെ പെട്ടെന്ന് വേവില്ലല്ലോ. ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കഴുകി അരിഞ്ഞു വെച്ചത്. പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മുളക് പൊടി. അതെന്താ ഈ കുറച്ച് മുളക് പൊടി? അത്ര മതി. പിന്നെ കറിവേപ്പില, ഉപ്പ്, എണ്ണ, ഇത്രയേ വേണ്ടു. അമ്മ, ഞാൻ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു. കുറേ ദിവസമായപ്പോൾ അങ്ങനെ ചോദിക്കണോ വേണ്ടേ എന്ന് ആലോചിക്കണത്. എന്താ അറിയോ, ഈ രണ്ട് കാര്യം. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ആദ്യം ചോദിക്കട്ടെ. ചെറുപ്പത്തിൽ ഞാൻ ഈ പച്ചക്കറിയൊന്നും കൂടുതൽ കഴിക്കില്ലല്ലോ. ആ സമയത്ത് അമ്മ എനിക്കൊരു നുണ പറഞ്ഞിട്ട് കഴിപ്പിക്കുന്നുണ്ടായിരുന്നില്ലേ, മോനെ ബീട്രൂട്ട് കഴിക്കണം, മോനെ ബീട്രൂട്ട് കഴിച്ചാൽ രക്തം ഉണ്ടാവും, രക്തം ഉണ്ടായ ചുകയെന്നാവും, രക്തം ഉണ്ടായ ആരോഗ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇത് ഞാൻ പോയിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് വെങ്കടേഷ് എന്ന് പറഞ്ഞിട്ട്, അവനോട് പറഞ്ഞു, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നീ ചുകയെന്നാവണമെങ്കിൽ ബീട്രൂട്ട് തിന്നോ പറഞ്ഞു. അവൻ ഇതുവരെയും ചുകയെന്നായിട്ടില്ല. എനിക്ക് കുറേ കഴിയുമ്പോൾ അത് മനസ്സിലായി ഇതൊക്കെ വെറുതെ ആയിരുന്നു. ഒന്ന് ചുവന്ന നിറമുള്ള തിന്നാലൊക്കെ ചോര ഉണ്ടാവുന്ന പണ്ടത്തെ കാലത്ത് ആൾക്കാർ നുണ പറയാ കുട്ടികളോട്. എത്ര ഇന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അന്ന് ഞാൻ അതൊന്നും തൊടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ആ കാലത്ത് ഈ ബീട്രൂട്ട് കഴിക്കുമ്പോനെ ചുവക്കും, ബീട്രൂട്ട് കഴിക്കുമ്പോനെ ചുവക്കും എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാൻ ആലോചിച്ചില്ലല്ലമ്മ. ഈ ചുവന്ന നിറയുള്ളതൊക്കെ കഴിച്ചാൽ ചുവക്കും മാത്രം അന്ന് തുടങ്ങിയാണ് ഈ തക്കാളി അടക്കം ഞാനിങ്ങനെ കഴിക്കാൻ. എന്തോരം പറ്റിക്കലാണ്. ഒരു ടെക്നിക്കാണ് അല്ലേ. അതെ, പണ്ട് ഈ അമ്പിളിമാമനെ കാണിച്ചിട്ട് എപ്പോഴും പറയുമല്ലോ, അത് ചെറിയ കുട്ടിക്ക്. ഏത് അമ്പിളിമാമൻ വരുമോ കഴിക്കുമോ എന്ന് അറിയാത്ത കുട്ടിക്ക്. എന്നെയൊക്കെ ഒരു മണ്ടനാക്കാനൊക്കെ ഇത്ര ഒരു എന്നെയൊക്കെ എപ്പോഴായിരുന്നു ആ മണ്ടനാക്കിയത്? ബീട്രൂട്ട് കഴിച്ചാൽ അത് അത്ര ചെറിയ കുട്ടിയൊന്നും ആയിരിക്കില്ല. ആഹാ, അപ്പോഴാണ് ചെയ്തത്. ഞാനത് ഇഷ്ടമല്ലെങ്കിലും വാരി തിന്നുന്ന ചുവക്കുമല്ലോ, ആയിക്കോട്ടെ പറഞ്ഞിട്ട്. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, ഈ പാചകം സ്ഥിരമായി തൊഴിലായി കൊണ്ടു കിടക്കുന്ന ചില ആൾക്കാരില്ലേ, ഈ പാചകം വെക്കുന്ന ആൾക്കാർക്ക് നല്ല മനസ്സാണെന്ന് പറയുമല്ലോ. അത് ഞാൻ ഒരുവിധം പരിചയപ്പെട്ട പാചകക്കാരെ മുഴുവൻ എനിക്കറിയാം. എൻ്റെ ഒരു ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ടായ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാചകക്കാരുണ്ട്, നമുക്കറിയാം, യശ്വന്ത് റാവു പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ പാചകം വെക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല മനസ്സുണ്ടെന്നുള്ള സത്യമാണ് കേട്ടോ. അതുപോലെ തന്നെ പാചകം ഏത് നേരം ഇപ്പോൾ വീട്ടമ്മമാരായിക്കോട്ടെ, പാചകത്തിനോട് ആസക്തിയുള്ള വ്യക്തികൾ എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവില്ലേ, അവർക്ക് പ്രത്യേക ഒരു എന്താ പറയുക, ഒരു മമകാരമൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം എന്താ പറയുക, അവൻ്റെ മനസ്സിലെന്നും ചിന്ത എന്താ അറിയോ, ഇപ്പം എല്ലാവർക്കും എല്ലാം ഉണ്ട്. ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ 3 നേരം വെറൈറ്റി ആയിട്ട് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ചില അമ്മമാരുണ്ടായിരുന്നു, ചില ഭാര്യമാരുണ്ടായിരുന്നു. അപ്പം അല്ല, ഇന്നത്തെ അല്ലമ്മ, ഇന്ന് എല്ലാവർക്കും എല്ലാം ഉണ്ട്. ഇന്ന് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ കുറച്ച് കുറവാണ്. അപ്പം ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഞാൻ പറയണത്. അന്ന് കൂലിയില്ല, ജോലിയില്ല, ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തൊക്കെ ആൾക്കാർ ജീവിക്കുമ്പോഴും ഈ 3 നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മമാരുണ്ടല്ലോ, അമ്മമാരോ പെങ്ങന്മാരോ ആരാവട്ടെ, സ്ത്രീകൾ. ഇപ്പോൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അപ്പോൾ ഈ തൊടിയിലൊക്കെ പോയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതൊക്കെ പൊട്ടിച്ച് അതുകൊണ്ട് രുചികരമായി ഉണ്ടാക്കി കൊടുക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അത് രുചിയാവട്ടെ എന്നുള്ള ആ മനോഭാവം കൊണ്ട് ഇതേ ഉള്ളൂ വീട്ടിൽ, ഇതുകൊണ്ട് രുചിയായിട്ട് തന്നെ മക്കളെ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കൊടുക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതൊക്കെ ഉദ്ദേശിച്ച് നോക്കുമ്പം അതേ കണ്ടിട്ടുണ്ടമ്മ. ഈ പാചകം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഉരുണ്ടിട്ടായിരിക്കും. അതെന്താണെന്നറിയാം, ഉണ്ടാക്കണമെങ്കിൽ ആസ്വദിക്കാനും അറിയണം. ഈ പാചകം ഉണ്ടാക്കുന്ന ആൾക്കാർ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരുന്നാൽ മാത്രമാണ് പാചകം നന്നാവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്ക്, പാചകം ഉണ്ടാക്കുന്ന ഒരു അമ്പു ഉരുണ്ടിട്ടല്ലേ എന്ന് വെച്ചാൽ, പാചകം ഉണ്ടാക്കുന്ന എൻ്റെ അമ്പു ഉരുണ്ടിട്ടല്ലേ എൻ്റെ അമ്മ. അപ്പം എന്താ പറഞ്ഞ അല്ലമ്മ, 80% ആൾക്കാർ പാചകം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് നല്ല ഉണ്ടമണികളായിരിക്കും. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും. അതിൻ്റെ ഉദ്ദേശം എന്താ പറയുക, അല്ല ഉണ്ട് മിക്കവാറും അങ്ങനെയാണ്. അപ്പം എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നന്നായി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഏത് പഴയടം? അങ്ങോട്ട് ഡയറ്റ് ചെയ്യുന്നുണ്ടാവും, പണ്ട് തടിച്ചിട്ടുണ്ടാവും അങ്ങോട്ട്, എന്തോ ആവട്ടെ. അങ്ങനെ 1 or 2 പേര്, ഇവർ 1000 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരു 100 പേര് ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. എന്തിന് ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് ഈ പാചകക്കാരൻ്റെ അടുത്താണല്ലോ ആദ്യം പോവുക.
അവ പോയി നോക്കുമ്പോൾ ഇതേപോലെ മെലിഞ്ഞിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടാവും. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, മനുഷ്യൻ്റെ തെറ്റിദ്ധാരണയാണിത് മുഴുവനും. അപ്പോൾ മെലിഞ്ഞിട്ടൊരാൾ, ഇയാളാണ് ബിരിയാണി വയ്ക്കുന്ന ആൾ. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരൻ പറയാണ് ഇന്നത്തെ ബിരിയാണി മൊത്തം പോക്കാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേന്ന്? അയാളുടെ ഇന്നത്തെ മനുഷ്യനാണ്, കണ്ടറിയില്ലേ? ഓവിലിട്ട് വലിച്ച പോലത്തെ ഒരു മനുഷ്യൻ ബിരിയാണി ഉണ്ടാക്കി എങ്ങനെയാണ്? അപ്പം പറഞ്ഞാൽ അയാളുടെ ശരീരം നോക്കിയിട്ടാണ് അയാൾ ഉണ്ടാക്കണ ഭക്ഷണത്തിൽ ടേസ്റ്റ് പറയുക. അവരെടാ അയാൾ തന്നെ തിന്നില്ല കുടിക്കില്ല എന്ന് അയാളെ കണ്ടറിയില്ലേ? എടാ ഉണ്ട ആൾക്കാരുണ്ടാവില്ല, അവരുണ്ടാക്കിയ നല്ല രുചിയായിട്ടുള്ള ഭക്ഷണം ഉണ്ടാവും എന്ന് പറഞ്ഞു. നീ നിന്റെ അമ്മേനെ നോക്കിയാന്ന്, അമ്മേനെ. ആ അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് രുചി ഉണ്ടാവുന്നു. അത് കഴിച്ച പക്ഷെ അത് മാറി. ആ ഭക്ഷണം നമ്മൾ കഴിച്ചില്ലേ, അത് ഒന്നൊന്നര ബിരിയാണി. അങ്ങനെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് തട്ടിവിട്ടതാണ്. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. അത് ഉണ്ടാക്കുന്നവർക്ക് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും പറയുകയാണ്, ഉണ്ടാക്കുന്നവരുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് സമർപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഭക്ഷണം. അപ്പോൾ ഒരു കല്യാണ വീട്ടിൽ സദ്യ വയ്ക്കാൻ പറ്റുന്ന ആളാണെങ്കിലും ആളുടെ ഉദ്യോഗം മാത്രമല്ല അത്. ആൾ ഈ ഭക്ഷണം നന്നായി 4 പേര് അതിനെ പുകഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന കാശും ഒരുപാട് സദ്യകൾ ആൾക്ക് കിട്ടുന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം നന്നായി എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതാണത്ര അവർക്ക് ഏറ്റവും വലിയൊരു സംഭാവന. അന്ന് വിളിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയില്ലേ ഭക്ഷണം വളരെ കേമായിരുന്നു കേട്ടോ എന്ന് പറയില്ലേ, അതാണ് സന്തോഷം. മിക്കവാറും കല്യാണ വീടുകളിൽ, പണ്ടത്തെ കല്യാണ വീട്ടിലൊക്കെ എന്താ നമ്മൾ കേൾക്കാൻ സാധ്യത എന്നറിയാം നമുക്ക്? പണ്ടത്തെ കല്യാണ വീടുകൾ കേട്ടോ, പണ്ടത്തെ കല്യാണ വീടുകളിൽ മിക്കവാറും കേൾക്കാൻ സാധ്യത എന്താ അറിയോ? ഉപ്പ് ഇത്തിരി പോരാ, എന്താ അത് പായസം, മധുരം അത്ര അങ്ങോട്ട് പോരാ, ഇത്തിരി കൂടി അങ്ങോട്ട് ആവുന്നു എല്ലാം. പക്ഷെ ഒരു കല്യാണ വീട്ടിൽ ഒരു കുറ്റം പറയാണ്ട് സദ്യ കഴിക്കാൻ പാടില്ല എന്നൊരു ശാസ്ത്രം കണ്ടുപിടിച്ച ആ പണ്ടത്തെ ഗവേഷകർ കുറച്ച് പേരുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇന്ന് എന്തുണ്ടെങ്കിലും കഴിച്ചിട്ട് ഓക്കെ. ഇന്ന് എന്താന്ന് പറഞ്ഞാൽ എത്രത്തോളം ഐറ്റം ഉണ്ട്, നമ്മൾ എത്ര കഴിക്കുന്നുള്ളതല്ല. ഇപ്പം ചിലരൊക്കെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒരു ടേബിൾ നിറച്ച് ഫുഡ് മേടിച്ചിട്ട് അത് നമ്മൾ കഴിക്കുകയോ കഴിക്കില്ലേ നോക്കില്ല, കാശുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും മേടിച്ചിട്ട് അത്രയും വേസ്റ്റ് ആക്കിയിട്ട് പോകും. എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അമ്മ വയറിന് മാത്രമാണ് ഭക്ഷണം, നമുക്ക് ഇത്ര ചെറിയൊരു വയറുള്ളൂ, ഇതിന് കൊള്ളുന്നുള്ളതൊന്നും അവർക്ക് ചിന്തയില്ല. അപ്പോൾ ഒരു ഒട്ടകത്തിൻ്റെ വലിപ്പത്തിൽ ഭക്ഷണം മേടിച്ച് ടേബിൾ അങ്ങോട്ട് നിറച്ചിട്ട് അതിലും മാന്തി ഇതിലും തൊട്ട് അവസാനം ഒന്നും തിന്നാൻ പറ്റാണ്ടാക്കിയിട്ട് എന്തിനാ ആ ഹോട്ടലുകാർക്കും കൂടി അത് ഒന്നും തൊടാത്താണെങ്കിൽ നമ്മുടെ എത്ര ആളുണ്ട് അവർക്ക് അനുസരിച്ച് ഭക്ഷണം മേടിച്ചിട്ട് ഇനി വേണമെങ്കിൽ, കാരണം ഇന്നൊരു ദിവസം കൊണ്ട് ഞങ്ങൾ ഭക്ഷണം നിർത്താൻ പോകുന്നില്ലല്ലോ, അപ്പോൾ നാളെ നമ്മൾ കഴിക്കുന്നുള്ള ഉദ്ദേശത്തിൽ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കുക. അതെ, ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയണം. ബക്കാസുർ എന്ന് കേട്ടിട്ടുണ്ടോ മഹാഭാരതത്തിൽ? മൂപ്പർക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കണം, കാരണം മൂപ്പൻ്റെ ആകാരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജനിച്ചതാണ്. ഭീമസേൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഭീമസേനന് അത്ര കഴിച്ചാലേ പറ്റുള്ളൂ, കാരണം 1000 ആനയുടെ പവറൊക്കെ എന്നാ പറയുക, അവർക്കൊക്കെ കഴിക്കുക. നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യരൊക്കെ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കണം, നിങ്ങൾ ആയിരക്കണക്കിന് റുപ്യ വലിച്ചു കളഞ്ഞിട്ട് ഭക്ഷണം ഇങ്ങനെ വേസ്റ്റ് ആക്കുമ്പോൾ ഒരു നേരം ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്തായാലും കൊടുത്തിട്ട് പോകണം, ആ പുണ്യെങ്കിലും കിട്ടും. ഇതെന്തറിയോ, ഇത് വഴി കൂടെ പോകുന്ന ഒരു ജന്തുവിനും കൂടി ഇപ്പോൾ കഴിക്കുമെന്ന് അറിയില്ല, കാരണം അവറ്റങ്ങൾക്കും കൂടി കൊടുക്കാൻ ആൾക്കാരുണ്ട് ഇപ്പോൾ. ഇപ്പം അങ്ങനെ അതിനും കൂടി സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും ഭക്ഷണം നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കാൻ പാടില്ല. നമുക്ക് ഒരുപാട് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിലുള്ള മുഴുവൻ സാധനങ്ങളും ടേബിളിൽ നിരത്തി വെച്ചിട്ട് ഇനി മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് കഴിവില്ല, അച്ഛന് കഴിവില്ല എന്ന് മക്കൾ പറയുന്നു പറഞ്ഞിട്ട് മക്കൾക്ക് മേടിച്ചു കൊടുത്ത് ശീലിപ്പിക്കാനും പാടില്ല. ആ ശീലം വലുതാവാൻ മക്കൾക്ക് ഒരു ദുശ്ശീലമായിട്ട് മാറും. ആ മക്കൾ ഭർത്താവുമ്പോൾ ഭാര്യയ്ക്ക് ശല്യമാവും, ഭാര്യയാവുമ്പോൾ ഭർത്താവിന് ശല്യമാവും, മക്കളാവുമ്പോൾ അമ്മയ്ക്ക് ശല്യമാവും. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ശല്യമായ പോലെ മേടിച്ച് തന്നിട്ട് ഞാൻ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ശരിയല്ല അമ്മ? അപ്പോൾ എന്താണ് ഈ പുലിവേഷം കേട്ട അമ്മയ്ക്ക് പറയാനുള്ളത്? ഏതല്ല എങ്ങനെയല്ല അല്ല, എന്താണ് ഉദ്ദേശിച്ചത്? അതല്ലാന്ന് അത് പറഞ്ഞു. ബീട്രൂട്ടിലെത്തി പിന്നെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ കാര്യം വരെ എത്തി. പക്ഷെ ഒന്നുണ്ട് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഞാൻ മറക്കാത്തൊരു കാര്യം, ഏതൊരു ഹോട്ടലിൽ പോയാലും നിങ്ങളുടെ പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അതില്ലാണ്ട് എൻ്റെ അമ്മേനെ പോലെ നിങ്ങളുടെ ഇഷ്ടം സപ്ലൈറിൻ്റെ മുഖത്ത് നോക്കി പറയരുത്. ഒരു വട്ടം മതി അമ്മ, ഒരു വട്ടം മതി. ഏതറിയോ? ദേവാസുരാവട്ടെ, വാത്സല്യാവട്ടെ, ഇങ്ങനത്തെ സിനിമകളൊക്കെ ഒരു വട്ടം നമ്മൾ കണ്ടാൽ മതി, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ അപ്പോൾ ഇതൊന്ന് പറഞ്ഞ് അവസാനിക്കട്ടെ. അപ്പോൾ സപ്ലയർ എൻ്റെ ഇഷ്ടത്തിനാണെങ്കിൽ എൻ്റെ വീട്ടുകാരെ കൊണ്ടുവന്ന പോലെ അവൻ്റെ മുഖത്തൊരു ഭാവം, അത് കണ്ടിട്ട് എൻ്റെ അനിയൻ്റെ മുഖത്ത് ഇതെന്താ അത് ഞങ്ങളാണ് കൊണ്ടുവന്നത്, ആ സപ്ലൈറിൻ്റെ ഇഷ്ടത്തിനത്ര എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ മുഖത്തൊരു വിഷമം. ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. വർഷങ്ങൾ കുറേ ആയാലും മറക്കാൻ പറ്റില്ലല്ലോ എൻ്റെ പൊന്നമ്മേ.
ഫോടാ ഇങ്ങനത്തെ ഓരോ ദുഷ്ടത്തരങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഒരു ചെമ്മിയ മുഖം കണ്ട് നമ്മുടെ ഇത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണത്. ശരിയല്ലേ? ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല, ഒരു 10-20 ആണല്ലേ. എന്നാലും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ ഇടയ്ക്ക് എന്തും ഉണ്ടായി പറയില്ല സപ്ലൈറിൻ്റെ ഇഷ്ടം എന്നൊന്നും പറയില്ല. ആ കുട്ടിയുടെ ഇഷ്ടം പറയും. അന്നോട്ട് അമ്മ, അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊക്കെ ഹോട്ടലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അമ്മയ്ക്ക് എന്താ വേണിച്ച അമ്മ കൃത്യമായിട്ട് പറയും. ആ മെനു തരൂ, നിങ്ങൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരൂ പറയും. അല്ലമ്മ? അല്ല, പറയുമ്പോൾ നമ്മുടെ കഥയില്ലേ, ഇതാണെങ്കിൽ പെട്ടെന്ന് അവസാനിക്കും. ഞാൻ മാത്രം ദിവസം കഥ പറഞ്ഞാൽ അവിടെ ഉള്ളവർക്കാർക്കും ഇഷ്ടാവില്ല. ഇത് സംഭവം നമ്മുടെ കുടുംബമാണല്ലോ. കുടുംബത്തിന് അമ്മ കഥ പറയണതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഞാനത് കഥ പറഞ്ഞ് കൊള്ളാക്കുമ്പോൾ അവർ പറയും, എടാ മോനെ നീ ഒന്ന് വായ അടച്ചോടറാ, ഞങ്ങളുടെ ചേച്ചിയോ ഞങ്ങളുടെ അനിയത്തിയോ ഞങ്ങളുടെ അമ്മയൊക്കെ കഥ പറയട്ടെ, നീ മിണ്ടാതെ വായിൽ ഞാൻ ബീട്രൂട്ട് കയറ്റുന്നൊക്കെ പറയും ആൾക്കാർ. മനസ്സിലായില്ലേ? നല്ല മനസ്സുള്ള പാചകക്കാരനാണ് കഥയുടെ പേര്. അല്ല, ഞാൻ അങ്ങനെയുള്ള ഒരു കഥയാണ് അത്. ഒരു പാചകക്കാരൻ കേട്ടോ. ഒരു സ്ഥലത്ത് സദ്യയൊക്കെ കല്യാണങ്ങളിലും ഒക്കെ സദ്യ വെക്കാനൊക്കെ പോകുന്ന ഒരാൾ. അപ്പോൾ ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് ഒരു കല്യാണ സദ്യയൊക്കെ കഴിഞ്ഞ് ആളിങ്ങനെ മടങ്ങുന്ന സമയത്ത് ഈ കല്യാണ പന്തലിൻ്റെ അടുത്തൊരു 3 ചെറിയ കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 3 ആൾ ഒരുമിച്ച്. അപ്പോൾ അവരെ കണ്ടപ്പോൾ, എന്താ മക്കളെ നിങ്ങളിവിടെ നിൽക്കുന്നത്? ആ കുട്ടികളെ കണ്ടപ്പോൾ ഇയാൾക്ക് എന്തോ ഒരു അയ്യഭാവം തോന്നി. എന്താ മക്കളെ നിങ്ങളിവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നുമില്ല, അവർക്ക് മടി. അതായത് ഈ സദ്യയുടെ ഇതിൻ്റെയൊക്കെ മണം കേൾക്കുമ്പോൾ അവർക്ക്. അപ്പോൾ ആള് വിളിച്ചിട്ട് വരൂ, നിങ്ങളെവിടുത്താണ് ചോദിച്ചു. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളിങ്ങനെ അച്ഛനും അമ്മയൊന്നുമില്ല, അനാഥരാണ് ഞങ്ങൾ 3 ആളും. വേറെ ആണ് അവർ, പക്ഷെ അവർ 3 പേരും ഒരുമിച്ച് സുഹൃത്തുക്കളാണ്. എന്നാൽ വരുമെന്ന് പറഞ്ഞിട്ട് ഇയാളെ വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയോട് പറയും, ആരും ഇല്ലാത്ത അനാഥ കുട്ടികളാണ്, അവർ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവരിനെ അവിടെ നിർത്തി അവർക്ക് ഭക്ഷണം. അപ്പം ഇയാൾ ഈ പാചകം ഇവരെ പഠിപ്പിച്ചു. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ ഇയാളുടെ ഒപ്പം നിർത്തി പാചകമൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ഇവർ വളർന്നു. ചെറുപ്പത്തിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇയാൾക്ക് സഹായം ചെയ്യും. ഇയാൾ ചെയ്യുന്നതൊക്കെ നോക്കി പഠിച്ച് ഇയാളെപ്പോലെ തന്നെ എല്ലാ പാചകങ്ങളും അറിയുന്ന ആൾക്കാരായി ഇവർ മാറി. ഒരുവിധം വലുതായി ഒരു പ്രായപൂർത്തിയൊക്കെ ആയ സമയത്ത് ഇയാളെന്താ പറയുക, ഇയാൾക്കൊരു സ്വഭാവം ഉണ്ട്. എന്താ പറയുക, ഇയാൾ ഭയങ്കര പേര് കേട്ടൊരു പാചകക്കാരനാണ്. ഇയാളുടെ ഭക്ഷണം എല്ലാവർക്കും ആ നാട്ടിൽ ഇഷ്ടമാണ്. അപ്പോൾ അയാളെ എല്ലാത്തിനും വിളിക്കുകയുള്ളൂ. നല്ല പൈസയും കൊടുക്കും അയാൾക്ക്, പറഞ്ഞതിന് കൂടുതൽ കൊടുക്കും. കാരണം എന്താ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാചകമാണല്ലോ. പക്ഷെ ഈ 3 പിള്ളേർക്ക് ഇയാൾ കാര്യമായിട്ടൊന്നും കൊടുക്കില്ല. അവർക്ക് ചിലവിന് അത്യാവശ്യം വേണ്ടത് കൊടുക്കും, ബാക്കിയൊക്കെ ഇയാൾ എടുക്കും. അപ്പോൾ ഇയാളുടെ ഭാര്യ ഒരു ദിവസം ചോദിക്കുക, പാവം ആ കുട്ടികൾ നിങ്ങളുടെ ഒപ്പത്തിന് അവർ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താണ് അവർക്കൊന്നും കൊടുക്കാത്തത്? അതിൻ്റെ കാര്യമൊന്നും നീ ഇപ്പോൾ ചോദിക്കേണ്ട, അതൊന്നും നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയും. അങ്ങനെയാണ് ഇയാൾ. അപ്പോൾ ഭാര്യയും വിചാരിക്കും, എന്തൊരു മനുഷ്യനാണപ്പോൾ അയാൾ, അവരും വിചാരിക്കുക. അങ്ങനെ ഇയാൾ അപ്പം ഇവരുടെ മനസ്സിലും തോന്നുന്നുണ്ട് ഈ 3 പിള്ളേരുടെ എന്താണ് ഇങ്ങനെയെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അയാൾക്ക് വീടായി, കാര്യങ്ങളൊക്കെ ആയി. ഇവരിങ്ങനെ തന്നെയല്ലേ, ഇവർക്ക് അത്യാവശ്യം ചിലവിലുള്ള കാശ് കൊടുക്കുക, അങ്ങനെയല്ലേ. അപ്പോൾ ഒരിക്കൽ ഇയാളുടെ മകളുടെ കല്യാണം, അതിനും ഭയങ്കര ആഡംബരമായിട്ട് കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു മനസ്സിന് വിഷമം. ഞങ്ങൾ ചെറുപ്പത്തിൽ വന്നിട്ട് ഈ കാലം വരെ ഇയാളുടെ കൂടെ നിന്നിട്ട് ഇയാൾ കാര്യമായിട്ട് നമുക്കൊന്നുമില്ല. നമ്മൾക്ക് നല്ല വീടായി, എല്ലാ സൗകര്യങ്ങളായി, സ്വത്തായി, ഇതാ മകളുടെ കല്യാണം കഴിഞ്ഞു, എല്ലായി. നമ്മുടെ ഇതിനൊന്നും ഇയാൾക്ക് ഒരു ശ്രദ്ധയില്ല. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇനി നമുക്കിവിടെ നിൽക്കണ്ട, നമുക്ക് വേറെ പാചകം, നമുക്ക് എന്തായാലും പിടിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഈ പാചകം തന്നെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് 3 ആൾക്കും കൂടി ജീവിക്കാം. അപ്പോൾ അതിൽ 2 ആൾ പറയും, ഒരുത്തനാണ് ഇതിലിങ്ങനെയൊക്കെ പറയുക. അപ്പം മറ്റുള്ള 2 ആളും പറയും, ആ പാചകം എന്ന് പറയുന്നത് ഇയാളുടെ പേരും കൊണ്ടാണ് ഈ പാചകം തന്നെ നമുക്ക് അന്വേഷിച്ച് നമ്മളെ ആൾക്കാർ വരുന്നത്. എന്താ പറയുക, ഈ ആളുടെ പേരും കൊണ്ടാണ്. അതായത് അത്രയും നല്ല ഒരാൾക്കൊരു പേരുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ പറയില്ലേ ഏതൊക്കെ ആൾക്കാരുടെ പാചകക്കാരുടെ പേര്, അതുപോലെ ഒരു പേരും കൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക്. നമ്മൾ ആരാവും പോലും ആൾക്കാർക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകണ്ടെന്ന് പറയും. പക്ഷെ അങ്ങനെയും കുറച്ച് ദിവസം വീണ്ടും നിന്നു. പിന്നെ ഇവർക്ക് തോന്നി. അപ്പോൾ 3 പേരും കൂടി അവർ തീരുമാനിച്ചു, നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോൾ ഇയാളോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, ഞങ്ങൾക്കിനി ഇവിടെ നിൽക്കണ്ട, ഞങ്ങൾ വേറെ പാചകമൊക്കെ തുടങ്ങി
ഞങ്ങൾക്കൊരു ജീവിതമൊക്കെ വേണമല്ലോ എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, ആള് ഞാൻ ചിരിച്ചിട്ട് പറയാം, ശരി ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഒരു മിനിറ്റ് നിൽക്കും കേട്ടോ, ഞാൻ അപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അകത്ത് പോകും. അകത്ത് പോയിട്ട് അയാളെ 3 കിഴി വലിയ 3 കിഴി കൊണ്ടുപോകും. മറ്റേ എന്തോ ഒരു അപ്പം പറയില്ലേ? അല്ലമ്മ, അമ്മ ഇന്നലെ കിഴിയും കൊണ്ടൊരു സാധനം, അതിനെന്താ പറയാ? അത് കുമ്പളപ്പം. കുമ്പളപ്പം, അതായിരിക്കും കൊണ്ടുവന്നത്. പോണപ്പോക്കിന് കഴിച്ചോട്ടെ. 3 കിഴി കുമ്പളപ്പം ഓരോരുത്തർക്ക് കൊടുക്കും. അയ്യോ എന്നിട്ട് പറയും, ദുഷ്ടൻ, ഇതും കൊണ്ട് പോയിട്ട് കഴിച്ചോളൂ, നിങ്ങൾ പോവല്ലേ എന്തായാലും, അപ്പൊ ഇതും കൊണ്ട് പോയിട്ട് നിങ്ങളുടെ എവിടെ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് മരത്തിന്റെ ചോട്ടിലിരുന്ന് കഴിച്ചോളൂ. 3 കിഴിയല്ലേ? എടാ, കിഴിന് പൈസയാണ്. പൈസ അത് പറയണമാ. 3 കിഴി പറഞ്ഞ. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ജീവിച്ചോളൂ, നിങ്ങൾ എവിടെ പോയി സുഖമായിട്ട് നിങ്ങൾ ജീവിച്ചോളൂ. 3 കിഴി പൈസ കൈകൊണ്ട് പോയിട്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കുക എന്ന് പറയും. അപ്പൊ പിന്നെ ഇതെന്താണെന്ന് ചോദിക്കും. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറയും, ഇത് നിങ്ങൾക്ക് ജീവിക്കാൻ, അത് നിങ്ങൾ തുറന്നു നോക്കുമല്ലോ. തുറന്നു നോക്കുമ്പോൾ നിറയെ അത് ഇയാളെന്താണോ എല്ലായിടത്തും ഉപയോഗിച്ച് അതുപോലെ ഒരു തുക അയാൾ ഇവർക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ, അപ്പോൾ പറയും, ഇതെന്താണിത് ചോദിക്കും. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വെറും കൈ കൊണ്ട് പോയിട്ട് പറ്റുമോ? അതിന് ഞാൻ കരുതിയതാണെന്ന് പറയും. ഇത് എന്തുകൊണ്ടാണ് ഞങ്ങളോട് ആദ്യം തന്നെ പറയാണ്ടിരുന്നതെന്ന് പറയും. ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളത് മേടിച്ച് എന്നോ ചിലവാക്കും. നിങ്ങൾക്ക് ഇത്തിരി ദൂർത്തടിക്കുന്ന സ്വഭാവം ഉണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളെ ചെറുപ്പം തൊട്ട് കണ്ടതല്ലേ. നിങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കരുതി വെച്ചതാണ്. എൻ്റെ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല. അവളും ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അവർക്ക് എന്താ നിങ്ങളൊന്നും ശരിക്കും കൊടുക്കാത്തതെന്ന്. അപ്പം നാളെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇപ്പോൾ നിങ്ങൾക്കൊരു വിവാഹപ്രായമൊക്കെ ആയി, ഇനി നിങ്ങൾക്ക് വിവാഹമൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപകരിക്കട്ടെ. ആദ്യം തന്നെ തന്ന് നിങ്ങളത് ദൂരത്തടിച്ച് കളഞ്ഞ് ഒന്നുമില്ലാണ്ട് ഇരിക്കണ്ട, നിങ്ങളുടെ ഭാവി കൂടി ചിന്തിച്ചിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറയും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ ആളെന്താ ചെയ്തിരിക്കുന്നല്ലോ, ഇയാൾ എന്താണോ പങ്കിട്ടിട്ട് 4 പങ്കാക്കി എടുത്തിട്ട് അയാളുടെ ഒരു പങ്ക് അയാളുടെ കാര്യത്തിൽ ഉപയോഗിച്ച് ബാക്കിയൊക്കെ അയാൾ ഇവർക്ക് വേണ്ടി കരുതി. അതുപോലെ ഇവർക്ക് കുറച്ച് വീടോ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളുള്ള പത്രം, വീടൊക്കെ, സ്വത്ത് പത്രം കാര്യങ്ങളും അതിന്റെ പേരിൽ വിളിച്ചു വെച്ചിട്ടുണ്ട്. കിഴി മാത്രമല്ല, സ്വത്ത് പത്രങ്ങളും 3 പേർക്കും കൊടുത്തു. നിങ്ങൾ ഇതും കൊണ്ട് പോയി നിങ്ങളെന്തോ ചെയ്തോളൂ, നിങ്ങൾക്കുള്ള വീട് അതിൻ്റെ പത്രമാണത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, അത് ശരി, നമ്മൾ എന്തുമാത്രം തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണ് മനുഷ്യന്മാർ. അപ്പം എന്താ അതിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ചില വീടുകളിൽ നീ കണ്ടിട്ടുണ്ടോ? എന്താണ് കിഴി ഇങ്ങനെ എപ്പോഴെങ്കിലും പൈസ കൊടുക്കണതോ? കടലിട്ടു. എന്ത് കണ്ടിട്ടുണ്ടോ? അമ്മമാരോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഏട്ടനോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് ഭാര്യയോ ചോദിക്കും, എന്തെന്ന് ഇത്ര പൈസ കിട്ടിയില്ലേ മോനെ, നീ അത് എന്ത് ചെയ്തു, എന്തിനു നീ ചെലവാക്കി ചോദിക്കും. എൻ്റെ അമ്മ ചോദിക്കും. ദേഷ്യമുള്ള കാര്യം തന്നെ നിന്റെ അമ്മ ചോദിക്കും. ഓക്കെ, അതെന്തിനാണ് ചോദിക്കണമെന്ന് മനസ്സിലായോ? എന്തിനാണ് ചോദിക്കണത്? ഇയാളെ ഒന്നും കൊടുത്തില്ല. ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് മനസ്സിലായെന്നറിയോ? ഞാൻ പറയട്ടെ. ചോദിച്ചാൽ ഞാൻ അപ്പം പറയും, അതുവരെ ഞാൻ പറയില്ല. പറയട്ടെ. അമ്മമാർ ചെറുപ്പത്ത് മക്കളെ കല്യാണമൊക്കെ കഴിയുന്ന മുമ്പ് നീ എന്ത് ചെയ്തടാ നിൻ്റെ കാശിന്ന് അവർ തന്ന കാശും ചോദിക്കും, അവൻ സമ്പാദിച്ച കാശും ചോദിക്കും, അവിടെ സമ്പാദിച്ച കാശും ചോദിക്കും. എന്തിനാണ് ചോദിക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കാശാണെങ്കിലും അനാവശ്യമായിട്ട് ചെലവ് ചെയ്യാൻ പാടില്ല. അത് നാളേക്ക് പറഞ്ഞ് എടുത്തു വെക്കേണ്ട സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള ശീലം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അമ്മമാർ ആദ്യം ചോദിക്കും. വീട്ടിലെ ഭാര്യമാർ എന്തായി ശമ്പളം, പണിക്ക് പോയ കൂലി എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ആ പൈസ അങ്ങനെ തന്നെ ദൂരത്തടിച്ച് കഴിഞ്ഞാൽ കുടുംബം മുന്നോട്ട് കൊണ്ടു നടക്കുന്ന ഒരു ശക്തിയുടെ പേരാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീ. അവരില്ലാണ്ട് ആ കുടുംബം മുന്നോട്ട് പോവില്ല. ഈ ആണുങ്ങൾ എന്താ പറഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് മുഴുവൻ ചിലവാക്കിയിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് വരും. ചില ദുഷ്ടന്മാരുണ്ട് 5 പൈസ നാടേക്ക് വന്ന് എടുത്തു വയ്ക്കില്ല, അപ്പം തന്നെ അങ്ങനെ ചിലവാക്കും. ഇന്നത്തെയാണ് സ്വർഗ്ഗം, നാളെ എന്തായാലും കുഴപ്പമില്ല വന്ന് ചിലവാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ എണ്ണ കഴിഞ്ഞിട്ടുണ്ട്, അരി കഴിഞ്ഞിട്ടുണ്ട്, പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്, ഉപ്പ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിലെ കല്യാണം ഉണ്ട്, ഇപ്പുറത്തെ വീട്ടിൽ 28 ഉണ്ട്, അപ്പുറത്തെ വീട്ടിൽ അടിയന്തരം ഉണ്ട് എന്നൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം അവരാ വീട്ടിലുണ്ടാവുള്ളൂ. അവിടെയാണ് ഇവരൊക്കെ വന്ന് ക്ഷണിക്കുക. ബന്ധു വീട്ടിൽ ഇന്ന പരിപാടി ഉണ്ട്, അത് ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും ഭാര്യയുടെ വീട്ടിലാണ്, രണ്ടും ഇവിടെയാണ് അറിയുക. ഇവരാണ് ഓർമ്മയിൽ വെച്ചിട്ടുണ്ടാവുക. തിക്കും തിരക്കിൽ ഓടിക്കിടക്കുന്ന ആണുങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ട് പൈസ അങ്ങനെ ചിലവാക്കി കഴിഞ്ഞാൽ നാളെ ഇതിനൊക്കെ കടം മേടിച്ച് പോണ്ടി വരും. അപ്പോൾ ഉള്ള പൈസയിൽ ബാക്കി വെച്ച് നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് ആ പൈസനെ തട്ടിപ്പറിക്കുകയല്ല, സംരക്ഷിച്ച് വെക്കുകയാണ് അല്ലേ. ഒരു 1/2 സ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളകായത് കാരണം 1/2 സ്പൂണ്
അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് അച്ചാർ ഇട്ട് കൊടുത്തു. അപ്പൊ ആ പൈസേനെ അമ്മയായാലും ഭാര്യയായാലും തട്ടിപ്പറിക്കുകയല്ല, നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി വെക്കുകയാണ്. ഇപ്പൊ എന്നോട് പുറത്തു പോയിട്ട് വന്ന എത്ര പൈസ നീ എന്തിനു ചെലവാക്കി, ഈ സാധനമൊക്കെ ഇപ്പൊ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് തല്ലാണ്ട് തല്ലും പോലെ പറയണം നമ്മുടെ ഉദ്ദേശം ഇത് മാത്രമായിരിക്കുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്നെ കൊണ്ട് തന്നെ പറയും. അതന്നെയാണല്ലോ ഞാനിപ്പോ പറഞ്ഞത്. ഇന്നലെ നീ എന്താ പറഞ്ഞ അമ്മ ഒരു സാധനം തന്ന അത് തന്ന പോലെ ഇരിക്കണം, പിന്നെ എന്തിനാ അമ്മ ചോദിക്കുന്നത്? ഇന്നലെ നീ പറഞ്ഞോ, അത് ഇന്നലെ ആയിരുന്നു. എന്റെ ഭഗവാനെ, അവനവൻ കുഴിക്കുന്ന കുഴിയിൽ ചാടുക എന്നൊക്കെ പറയില്ലേ, ഇതാണ് സത്യം. ഇന്നലെ എന്താ പറഞ്ഞ് അമ്മ ഇതൊക്കെ പറയൂ, എന്നിട്ട് എനിക്ക് തന്നത് എന്താണ് ചെയ്തത്? എന്റെ ഭഗവാനെ, നിനക്ക് ഇത്ര കാശ് കിട്ടിയില്ലേ, അത് നീ എന്താ ചെയ്ത്, എന്താ നിന്റെ ചെലവ് എന്നൊക്കെ ചോദിക്കുന്നത് ഇന്നലെ നീ പറഞ്ഞില്ലേ? അമ്മ ഇനി കൂടുതൽ പുറത്തിറങ്ങണ്ട കേട്ടോ. ഇനിയിപ്പോ അടുത്ത് ഇവിടെ ബൈ ഇലക്ഷനൊക്കെ വരാൻ പോകുന്നുണ്ട്. അമ്മേനെ പിടിച്ചുകൊണ്ട് നിർത്തും കേട്ടോ. എന്താ അറിയോ, ഇത്രയും ബുദ്ധി ഇന്നലെ പറഞ്ഞതിന് ഇന്നൊരു കഥയിലൂടെ മറുപടി പറയാന്നൊക്കെ പറഞ്ഞ ഭയങ്കര അമ്മ. ഇങ്ങനെ അമ്മ ഈ മേടയിലൊക്കെ നിന്ന് സംസാരിച്ച ആൾക്കാർ ഇതുമിട്ട് അറിഞ്ഞ അമ്മേനെ കൊണ്ടുപോട്ടോ. ഇന്നലത്തെ മറുപടി ആയിരുന്നു അന്നത്തെ കഥ. അപ്പൊ എനിക്ക് മാത്രമുള്ള മറുപടിയാണത്, നിനക്കും കൂടി ഉള്ളതാണ്. എനിക്ക് മാത്രമല്ല, നീ ഇന്നലെ എന്നോട് ഈ ചോദ്യമൊക്കെ ചോദിച്ചു. ഞാൻ എന്തോ ഒരു കഥ പറയാണ്, അങ്ങനെയാണ് നമ്മള് ദാനം ചെയ്തത് ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നീ പറയാ അത് ശരി, അപ്പൊ അമ്മ എന്റെ അടുത്ത് ചോദിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് നീ ഇട്ട് കൊടുത്തില്ലേ? അമ്പടി അമ്മ ഭീകരി, നീയാണില്ല കൊടും ഭീകരി, പാവി പാവി അമ്മ. അയ്യോ ഇന്ന് എനിക്കിട്ട് വെപ്പായിരുന്നല്ലോ എത്ര നേരം. എന്നിട്ട് ഞാൻ അതിന് ബുദ്ധിവാദത്തിന്റെ തത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ അവനവനാ. ഇനിയിപ്പൊ അടുത്ത ഡയലോഗ് അമ്മ പറഞ്ഞേക്കാളും മുമ്പ് ഞാൻ തന്നെ പറയാ, എടാ അവനവൻ ആദ്യം പഠിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുക, അപ്പോഴാണ് ആ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു വില ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പൊ പറയണത് അല്ലേ? എന്നിട്ട് ഞാൻ ഇന്നലെ നീ പറഞ്ഞതിന് ഇപ്പൊ പറയാണ് അങ്ങനെയാണ് വീട്ടിലെ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ നീ പറഞ്ഞില്ലേ? അപ്പൊ ഇന്നലെ എന്താ എനിക്ക് ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായിട്ട് തോന്നിയത്? അതാണമ്മ മനുഷ്യൻ എന്നുവെച്ചാ ഇത്തിരി ഒത്തിരി ഒരിത്തിരി സ്വാർത്ഥതയില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യന്ന് വിളിക്കുവോ? നമ്മളൊക്കെ മനുഷ്യന്ന് വിളിക്കണമെങ്കിൽ ഒരല്പം, ഒരു കടുകുമണി പോലെയെങ്കിലും ഇത്തിരിയെങ്കിലും ഒരു ഇത്തിരി സ്വാർത്ഥത ഇല്ലാതെ എങ്ങനെയമ്മ മനുഷ്യനാവുക? എനിക്ക് സമയം കിട്ടടാ. അപ്പൊ നിങ്ങളുടെ അമ്പുവിന്റെ പകരം വീട്ടിൽ നിങ്ങൾ ലൈവായിട്ട് കണ്ടു. ഇന്നലെ പറഞ്ഞത് ഇന്ന് പകരം വീട്ടാൻ വേണ്ടി ഈ നേരം വരെ കാത്തിരിക്കുകയായിരുന്നു. അതാണ് അമ്പുവിന്റെ പകരം വീട്ടൽ. ആനയുടെ പക പോലെയാണ്, എത്ര കാലം കഴിഞ്ഞാലും വിടില്ല. എനിക്കിപ്പോ മൊത്തത്തിൽ ഇത്ര അറിഞ്ഞാൽ മതി. ഞാൻ പുറത്തു പോയിട്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സാധനം കൊണ്ടുവന്ന് തന്നാലും ഉണ്ടാവണേക്കാളും നല്ല പുഞ്ചിരി നമ്മുടെ മുഖത്ത് തന്നെ പകരം വീട്ടിയപ്പോ ഉണ്ടായല്ലോ, അത് മതി എനിക്ക്. കണ്ടോ എന്റെ ദൈവമേ, ഇന്ന് ഏതാണ്ട് ദിവസങ്ങളുടെ പകരം വീട്ടാണ് ഞാൻ ഇട്ട് തരാം കേട്ടോ. അമ്മ മറ്റുള്ളവരുടെ ചിരി കണ്ടിട്ട് നമുക്കൊരു സന്തോഷം കിട്ടും, അതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. മനസ്സിലായില്ലേ? ഇപ്പൊ അമ്മയ്ക്ക് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നപ്പോ അമ്മയ്ക്ക് കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ, അത് 5 വയസ്സായ കുട്ടിക്ക് മിഠായി കിട്ടിയ പോലെ ഉണ്ട്. അപ്പൊ അത് കാണപ്പോ എനിക്കൊരു സന്തോഷം ഉണ്ടല്ലോ, ജയിച്ചത് എന്റെ അമ്മയാണെന്നുള്ളത്. അതിൽ എനിക്ക് അതിനേറെ വലിയ സന്തോഷമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ മൊത്തത്തിലൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമായി അല്ലേ? അതിന്റെ ഒപ്പം അമ്മ ചെറുപ്പത്തിൽ എന്നെ പറഞ്ഞ് പറ്റിച്ച ബീട്രൂട്ട്, അതിന്റെ ഒപ്പം കടലിട്ടുണ്ടെന്നാണ്. ഈ ബീട്രൂട്ട് തോരൻ നന്നായിരിക്കും കേട്ടോ, ഉപ്പേരിന്നോ തോരനോ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ തീരുമാനിക്കും. നിങ്ങൾ വെറും ബീട്രൂട്ട് വെക്കുന്നേക്കാളും ഇതോ ചെറുപയറോ കടലയോ പയറോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കുട്ടിയോടെന്ന് പറഞ്ഞാൽ ഞാനും വിടില്ലേ? നിങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തെങ്കിലും നമ്മളൊരു ഇങ്ങനെ ധാന്യങ്ങൾ എന്തെങ്കിലും ഒന്നും അത് ശരിയാ. അത് ഇട്ട് കഴിയുമ്പോഴേ പിന്നെ നമുക്ക് ഈ തൊമര കിട്ടുന്ന സമയത്ത് തൊമര തൊലിച്ചിട്ട്. അതാരാ? തൊമര ആരാത്? തൊലിച്ചിട്ട് ഈ ഗ്രീൻ പീസ് പോലെ ഒരു സാധനം അതൊക്കെ നല്ലതാണ് നിന്റെ കൂടെ. അപ്പൊ അങ്ങനെ കടലയോ പയറോ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ചില പച്ചക്കറികൾ വെക്കുമ്പോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രം കൂട്ടുന്നേക്കാളും അവർക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവും. ഇനി കുറച്ച് ദിവസം നമുക്കൊരു മുളപ്പിച്ചിട്ടൊക്കെ വെക്കണം. മുതിര മുളപ്പിച്ചിട്ടുള്ള തോരനൊക്കെ ഇല്ലേ, അത് നല്ല പൗഷ്ടികല്ലേ. അപ്പൊ ഇതാണ് ഇന്ന്. അപ്പൊ ഇത് കഴിക്കാൻ വരുന്നോ? അതെന്താ അങ്ങനെ ഒരു സംശയം? നല്ല സാധനല്ലേ? നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ മതി. ഇത് ഇപ്പൊ നമുക്ക് ചപ്പാത്തിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പൊ